പട്ടം സെന്റ് മേരീസ് വിദ്യാലയത്തിൽ 14 വയസ്സുകാരന് അധ്യാപകനിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ 14 വയസ്സുകാരനായ കെവിൻ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സുള്ള ബ്ലോക്കിന്റെ ഫ്രണ്ടിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനെയും വിളിച്ച് ഞാൻ ക്ലാസ്സിലോട്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് പുറകെ ഇന്ന് UP സെക്ഷനിൽ പഠിപ്പിക്കുന്ന മദനൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ വന്ന് അടിക്കുന്നത്. സാറിനോട് ചോദിച്ചു, എന്തിനാ സാറേ അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സാർ ചൂടായിട്ട്, അടിച്ചാൽ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് എൻ്റെ പിന്നെ അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇനി ദേഹത്തോട്ടാ ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എൻ്റെ കോർണറിൽ പിടിച്ച് തറയിലോട്ട് തള്ളിയിട്ടു. നടു പിടിച്ചാണ് ഞാൻ വീണത്. ആ തറയെ കിടക്കുന്ന തന്നെ അവിടെ ഇട്ട് അടിച്ചു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് എന്തായാലും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ കയ്യിൽ നിന്ന് ID കാർഡ് പിടിച്ച് വാങ്ങിച്ചു. എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് കോർണറിൽ പിടിച്ച് വലിച്ചു. എന്നിട്ട് പ്രിൻസിപ്പളിനെ കാണാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ ഇല്ല. അപ്പോൾ HMനെ കയറി കണ്ടു. HMൻ്റെ അടുത്ത് ഈ മദനൻ സാർ പറഞ്ഞത് ഞാൻ എല്ലാ പിള്ളേരെയും ഡയറക്റ്റ് ചെയ്ത് ക്ലാസ്സിലോട്ട് വിടുകയായിരുന്നു, അടിച്ചിട്ടൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോൾ മദനൻ സാറും ഷൈജു സാറും നിൽപ്പുണ്ട്. ഷൈജു സാറിൻ്റെ അടുത്ത്, നീ നല്ല സാറുമാരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നിന്റെ ചെകിടടിച്ച് പൊളിക്കുകയാണ് വേണ്ടത്, നിന്നെ പോലുള്ളവന്മാരെ ഭൂമിക്ക് മേൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തായിരുന്നു. ഒച്ചയെടുത്ത് സംസാരിക്കുകയെല്ലാം ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോവുകയും അത് കഴിഞ്ഞ് നടുവേദന മാറാത്തതുകൊണ്ട് ആയുർവേദ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം CCTVയിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ തലേ ദിവസത്തെ ഇടിമിന്നലിൽ കേടായെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്.